വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ട്രിപ്പ് പോകാൻ പോവുകയാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വിചാരിച്ചാൽ മാത്രം എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. എവിടെയാണെന്ന് പറഞ്ഞാൽ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം. നമ്മൾ കർണാടകയിലാണ് പോകാൻ പോകുന്നത്. അവിടെ ഒരിക്കൽ കുഞ്ഞിനാൾ മുതലുള്ള ആഗ്രഹമാണ് അവിടെ പോകണം എന്നുള്ള. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ മൂകാംബിക ദേവി ക്ഷേത്രം. പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന് എന്തായാലും ഫൈനലി നമ്മൾ എന്തായാലും ഫിക്സ് ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങിയൊക്കെയാണ്. ഇനി പോയി അമ്മയെ കണ്ടിട്ട് തന്നെ വേറെ കാര്യം. ബാക്കി നമ്മളെല്ലാരും അച്ഛൻ ഒഴിച്ച് ബാക്കി എല്ലാരും ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന്. എല്ലാരും കാണിച്ചു തരാം. ആണ്ടോ എല്ലാരും ഉണ്ട്. അനിയത്തിയുണ്ട്, എന്റെ മക്കൾസ് ഉണ്ട്, എല്ലാരും ഉണ്ട്. ഹസ്ബൻഡ് അനിയുണ്ട്. അനിയൻ പമ്പി കയറിയിരിക്കുകയാണ്. എല്ലാം ഭയങ്കര കുർത്തക്കേട്ട സാധനം. വേണ്ട ഇതൊക്കെ ഭയങ്കര കുർത്തക്കേട്ടാണ് വേണ്ട ഗൈസ്. ഉണ്ട് അതാണ് അനിയൻ. ഈ മുഖം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഫേമസ് അല്ലേ. പാട്ട് കോപ്പിറൈറ്റ് കയറ് ഇല്ല. നിങ്ങളൊന്ന് സഹകരിക്കണം. നമ്മള് വേറെ ഒരു ദുശീലങ്ങളില്ല. വേറെ ആണുങ്ങൾ കൂടെ ഇല്ല കറങ്ങാൻ പോണ. നമുക്ക് ആമ്പിളർ ബോയ്സ് ഒന്നും ഫ്രണ്ട്സ് ആയിട്ടില്ല. നമ്മള് പോണ നമ്മൾ 1-2 നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ദിവസം 1 ഡേ ട്രിപ്പ് അല്ലേ. നിങ്ങൾ എന്ത് ആണുങ്ങളെ നമ്മളെ വിടാത്തത്? നിങ്ങൾ എവിടെ പോയാലും നമ്മൾ നിങ്ങളെ കൂടെ വരണോ? വാടച്ച നിങ്ങൾ ഊമാണായോ? വിനീത് വരുന്നില്ലെന്ന്. ഏട്ടാ ഒരു ദിവസം നമ്മളെല്ലാരും കൂടെ കൂടാനായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ ആണുങ്ങൾ കൂടലല്ല. ആ കൂടലല്ല, 1 ഡേ ട്രിപ്പ്. 1 ഡേ ട്രിപ്പ് അല്ല, ട്രിപ്പ് ഇല്ല, ട്രിപ്പ് പോവാന്ന് പറഞ്ഞ്. അപ്പൊ നന്ദനക്ക് മെസ്സേജ്, ഇവക്ക് മെസ്സേജ്. എടാ അയ്യോ നീ ഫ്രണ്ടിലാണ് പോയിടാ. നമ്മക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലടാ. അപ്പൊ നമ്മള് കോന്നിയിൽ എത്തിയേക്കാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയേക്കാണ്. രാഹുലും എൻ്റെ ഏട്ടനും അമ്മായിയമ്മയൊക്കെ ആയിട്ട് നമ്മളിവിടെ കുറെ സജ്ജീകരണമായിട്ട് വന്നേക്കുന്നത്. നമ്മള് വഴിയോരത്തൊക്കെ വെച്ചിട്ട് ഗ്യാസിലൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള പ്ലാനാണ്. ചായക്കട കണ്ട് ചായക്കടയിൽ നിർത്തിയേക്കാണ് ചായ കുടിക്കാനായിട്ട്. ഇപ്പൊ സമയം 5:45 5:30 മണിയായി. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. അവരൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. നമ്മളിവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. വേണ്ട ഇതാണ് എൻ്റെ ട്വിൻസ്. പിന്നെ വയറുവേദന എടുക്കണ്. നമ്മൾ വരാൻ നേരത്ത് കുറച്ച് പുളിഞ്ചിക്കൊക്കെ അറിഞ്ഞ് തിന്നിട്ടാണ് വന്നത്. അതുകൊണ്ടുള്ള വയറുവേദനയാണ് കേട്ടോ അത്. പിന്നെ എനിക്ക് ചോക്ലേറ്റ് പിടിച്ചില്ല. കട്ടൻ കാപ്പി കുടിച്ചേ പോള്. തലമുടി കെട്ടുന്നത് ക്ഷേമാനും ചെരുപ്പ് കട്ടൻ ചായ വന്നു. ചായയും കടിയൊക്കെ കുടിച്ചോണ്ടിരിക്കുക. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് വൈകി. പോകുന്ന വഴി എങ്ങനെയായാലും ഒരു 8-9 മണി വരെ ട്രാവൽ ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ പോകണോണ്ട് നമുക്ക് ഒരേ കണക്കിരുന്ന് വണ്ടി ഓട്ടിച്ച് അവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ പത്തനംതിട്ട എത്തി, കോന്നിയിലെത്തിയിരിക്കുകയാണ്. ഫൈനലി നമ്മൾ എവിടെ? മൂവാറ്റുപുഴ നമ്മൾ ഹോട്ടലിൽ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ഏതാണ്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ കുക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഗൈസ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനെ നൈറ്റ് ആരുടെയോ പെരയിടത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. കാണിച്ചു തരാം. ആ സ്ഥലത്തിലാണ് ഇതിടുന്നത്.
കുറച്ച് ഇങ്ങോട്ട് വെച്ചല്ല ഗ്യാസ് സ്റ്റവ് ഇങ്ങോട്ട് മാറ്റി പിള്ളേരപ്പോ അവിടെ ഇരിക്കും. നിങ്ങൾ വേറെ ചാക്കുണ്ടായിരുന്നു. നമ്മളത് ഗ്യാസൊക്കെ ഒപ്പിച്ച് പുതിയ അടുപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. കുക്കർ കണ്ടാ ഗൈസ്, കുക്കർ നമ്മളത് മൂകാംബിക പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഗൈസ്. എല്ലാവരും ചില്ലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏർപ്പാട് കേട്ടോ. നമ്മൾ ലൈഫിൽ നമ്മളെല്ലാം വലിയ വലിയ ഹോട്ടലിൽ കയറി കഴിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഇതുവരെയ്ക്കും ഇത് കണക്കത്തൊരു പരിപാടി ചെയ്തിട്ടേ ഇല്ല. നമ്മൾ എവിടെ പോയാലും ഒരു കുപ്പി വെള്ളം പോലും കൊണ്ടുപോവാറില്ല. നമ്മള് ഹോട്ടലിലൊക്കെ കയറി കഴിച്ച് ഇവര് വീഡിയോ എടുത്ത് ഇവര് യൂട്യൂബ് ചാനലായി വൈറലാവുമെന്ന് എനിക്കറിയാം. കൃതിക വൈറലായി, ഞാൻ മാത്രം വൈറലായില്ല. അവളെ ആവശ്യം ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. അവളൊന്ന് വൈറലായി. നിങ്ങൾ എല്ലാവരും കണ്ട ഈ പിഞ്ച് മനസ്സിന്റെ ദയനീയാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ എല്ലാരും ഒന്ന് വൈറലായി കൊടുക്കണം ഗൈസ്. എന്റെ നിഷ്കളങ്കയായ അമ്മായിയമ്മ കണ്ടോ. ഇതേത് രാജ്യമൊന്നും നമുക്കറിയാൻ വയ്യ. ഇത് എന്താണ് ഈ പുള്ളിയുടെ വസ്തുവാണ് കേട്ടോ. അപ്പൊ ഇവിടെ അവരാവശ്യം കഴിഞ്ഞപ്പോൾ അവർ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ വന്നിട്ട് നമ്മൾ ആവശ്യം പറഞ്ഞപ്പോൾ പാവം നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ഇത് സ്വിച്ച് കാണിച്ചു കൊടുത്തിട്ട് പോയി. നമ്മൾ പോകുമ്പോൾ ഓഫ് ചെയ്താൽ മതി എന്ന് പറഞ്ഞേട്ടാ. എന്തോ ചക്കയുടെ എന്തോ ബിസിനസ്സാണ് കേട്ടോ ഇവിടെ. എന്തായാലും പുള്ളിക്കാരൻ നല്ല മനസ്സാണ്. പുള്ളി അത് നമ്മൾ വളരെ റെയറായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഹോട്ടലിലെ ഫുഡൊന്നും കഴിക്കത്തില്ല, അമ്പലത്തിൽ പോണ കേസ് പറഞ്ഞപ്പോൾ പുള്ളി ജാതി ഏതോ മതം ഏതോ ഒന്നും തിരക്കിയതോലും ഇല്ല. ഏതായാലും പുള്ളിക്കാരെ സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലേ. ഫൈനൽ നമ്മളെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ചപ്പാത്തി, പുള്ളിക്കറി, മുളക് പറയുമ്പോൾ നാവിൽ വെള്ളം ഊർന്ന് ഗൈസ്. നല്ല ചേമ്പ് പുഴുങ്ങിയത്, മധുരക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ ഉണ്ട്. അരെ വാ, അരെ വാ, സൂപ്പർ സാധനം. ഞാൻ പറഞ്ഞിട്ട് ഒരു പെറോട്ടയും കൂടെ മേടിക്കുന്നു. അപ്പൊ മേടിച്ചില്ല. ഭയങ്കര ടേസ്റ്റ്. നമ്മൾ വീട്ടിൽ തിന്നണേക്കാട്ട് നട റോഡിൽ വഴിയേരിയത്ത് ഉണ്ടാക്കി തിന്നുമ്പം പ്രത്യേക ടേസ്റ്റാണ്. അതാണ്. നമ്മളിന്നിവിടെ ചാലക്കുടിയിൽ സ്റ്റേ ആണ്. നൈറ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാലക്കുടിയിലൊരു റൂം എടുത്ത് അവിടെ നിന്ന് സ്റ്റേ ചെയ്യണത്. ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമ്മളിവിടെ നിന്ന് യാത്ര തിരിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.